നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് സ്പൈസി മസാല ഫ്രൈ ഒന്ന് തയ്യാറാക്കിയാലോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമുക്ക് ലഞ്ച് ബോക്സിലും നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കടക്കാം. അതിനായി ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 10-15 വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തീരെ കുഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ചെറിയ 10-15 എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഈ മസാലക്കൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കടായിലോട്ട് 3 ടേബിൾ സ്പൂണ് നല്ല വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഉഴുന്നുപരിപ്പും 1/4 ടീസ്പൂണ് നമ്മുടെ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് ഏകദേശം പൊട്ടി വരുന്ന സമയം കൊണ്ട് ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വക എല്ലാം നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഏകദേശം ഒന്ന് പൊട്ടി വഴട്ടി വന്നതിന് ശേഷം കുറച്ച് വത്തലമുളക് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വത്തലമുളക് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് സവോള ഞാൻ തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം കേട്ടോ. സവോള ഏകദേശം നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ടൊന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം സൈഡിൽ നിന്ന് സവോള ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു 6 മുട്ട നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ മുട്ടയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ മിക്സ് ചെയ്യാണ്ട് തന്നെ ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. ഏകദേശം ഒരു ലൈറ്റായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അധികം ഉടയ്ക്കാനൊന്നും പോകണ്ട. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് അടിവശം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സവോള ഒന്ന് മിക്സ് ആവാണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോള കൂട്ടി തന്നെ നന്നായിട്ടൊന്ന് ഓരോ ബേസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു മഞ്ഞ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മറിച്ച് കൊടുക്കുന്നത്. മുട്ട ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്തതിന് ശേഷം 2 to 3 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് ചിക്കി ചീന്തി വളരെ സൈഡിലോട്ട് ഒന്ന് കറക്റ്റ് ബേസിലോട്ട് ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നോക്കിക്കോളൂ, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുട്ടയുടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒന്ന് ചിക്കി ചീന്തി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന, അതായത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലക്കൂട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു മസാലക്കൂട്ട് യോജിച്ച് വരുന്നിടം വരെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലോട്ട് ഒന്ന് വിതറി കൊടുക്കാം. മല്ലിയിലയും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ എഗ് മസാലക്കൂട്ട് ഇവിടെ റെഡിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സർവിങ് ബൗളിലോട്ട് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു എഗ് മസാല കൂട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായിട്ട് ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.